നമസ്കാരം. മഴയെത്തുന്ന മുമ്പ് 20 ഓഫറുമായിട്ടാണ് കൊച്ചിൻ പ്രോപ്പർട്ടീസ് നിങ്ങളെ എത്തിയിരിക്കുന്ന 5 സെന്റിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു വെറും 66 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടിയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 20 ഓഫർ എന്ന് വെച്ചിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലോ സ്പേസിന്റെ കാര്യത്തിലോ യാതൊരുവിധ കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഫ്രണ്ട് നല്ല ഒന്നാന്തരം ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ഏകദേശം 2 വണ്ടി നമുക്ക് പാസ് ചെയ്ത് പോകുന്ന തരത്തിലേക്കുള്ള അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. നല്ല കരഭൂമി, നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. വെള്ളം കയറുമെന്നോ അത്തരത്തിലുള്ള യാതൊരു ടെൻഷനും വേണ്ട. ഏകദേശം 3-4 കാർ പാർക്ക് ഈസി ആയിട്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം. എന്തുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ. നമുക്ക് ഏകദേശം 5 പടിയാണ് കേട്ടോ. 1, 2, 3, 4, 5 പടി കയറിയാണ് നമുക്ക് വീട്ടിലെത്തേണ്ടത്. എന്ന് വെച്ച് വയസ്സായവർക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത്രയ്ക്കുമുള്ള ഹെവി ആയിട്ടുള്ള ഒന്നുമില്ല. മോഡലിന്റെ കാര്യത്തിലോ ചെറിയ രീതിയിലുള്ള ആഡംബരത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ധൈര്യമായിട്ട് നമുക്കൊരു ഫാമിലിക്ക് നന്നായിട്ട് താമസിച്ചു പോകാൻ പറ്റുന്ന ബഡ്ജറ്റ് കുറഞ്ഞ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 400 മീറ്റർ 380-400 മീറ്ററിനകത്ത് എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ യാതൊരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യേണ്ട. ധൈര്യമായി ഫുൾ വീഡിയോ കണ്ടോളൂ. നല്ല ഒന്നാന്തരം ചുടുകല്ലിലും തേക്കും തടിയിലും നിർമ്മിച്ച വീടാണെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല. നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ കാര്യത്തിലൊന്നും കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും. അകത്തേക്ക് കയറുമ്പം നല്ല തേക്കും തടി നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വാതിലാണ് കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല എൽ മോഡൽ ആയിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ. നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് സ്പേസും ഇവിടെ ഒരു ഡൈനിങ് സ്പേസും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സെപ്പറേഷൻ ആക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷൻസ് കൂടിയിട്ടുള്ള നല്ല ഒന്നാന്തരം പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 3 ബെഡ്റൂമിലാണ് വരുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും. നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ അലമാരയുടെ കാര്യത്തിലും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം ചെറിയൊരു അലമാരയുടെ പോർഷൻ അല്ലെങ്കിൽ അലമാര തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ ബാത്റൂമിന്റെ കാര്യത്തിൽ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസ് ഇട്ടാലും നമുക്കിവിടെ വാഷ് സ്പേസിന്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അധികം ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്താൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഒന്നാന്തര കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഒരു വീടാണ് ഈ വീട്. ഞാൻ പേഴ്സണൽ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് ഒരു വീട് സെയിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. കൃത്യമായ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ കബോർഡ്സ് ഒക്കെ ഇത് അധികം യൂസ് ചെയ്യാത്ത വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിച്ചണിൽ അത്യാവശ്യം കബോർഡ്സ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പൊ കിടക്കുന്നത്. പിന്നെ മുകളിലത്തെ കബോർഡ്സ് ഒക്കെ നല്ല കണ്ടീഷനാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം ഇന്നത്തെ രീതിയിലൊക്കെ ഒരു മോഡേൺ കിച്ചണൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഇതിന്റെ റിനോവേഷനും കൺസ്ട്രക്ഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. പുറകിലേക്ക് ഇറങ്ങാനായിട്ട് വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ഒരു കിണറും ഉണ്ട്, വാട്ടർ കണക്ഷനും ഉണ്ട് കേട്ടോ. 2 കണക്ഷൻസ് ഉണ്ട്, 3 ഫേസ് കണക്ഷൻ ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഏകദേശം 2 മീറ്ററോളം സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ അത്യാവശ്യം വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് അധികമില്ല. എന്നാലും നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ അത് വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്പേസസ് ആയിട്ടുണ്ട്. കിണറൊക്കെ അത്യാവശ്യം 24 hours വെള്ളം കിട്ടുന്ന, എല്ലാ കാലാവസ്ഥയിലും വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ കൂടിയാണ് ഈ വീട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു നനകല്ലൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസ് എല്ലാം നല്ല ഒന്നാന്തര ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 60, 65, 70 ബഡ്ജറ്റ് ഒക്കെ നോക്കുന്നത് നോർമൽ ഒരു ഇടത്തരക്കാർക്ക് ഒരു വീടെന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ചോദിച്ച് നമ്മൾക്ക് എത്തുന്നത്. അധികം പ്രായമായ റിട്ടയർഡ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മമാരോ ഒക്കെയാണ് ഏകദേശം കൂടുതലും നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് സിറ്റിക്കുള്ളിൽ താമസിക്കാനുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത്തരക്കാർക്കൊക്കെ ഈ വീട് മേടിച്ചത് കൊണ്ട് യാതൊരു നഷ്ടബോധവും അല്ലെങ്കിൽ കുറ്റബോധവും ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നുണ്ട്. കാരണം അതിനുള്ളത് നമ്മൾ ഈ ചോദിക്കുന്നേക്കാൾ കൂടുതലുള്ളത് ഈ വീടിനകത്തുണ്ട് എന്നെനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ മുകളിലത്തെ ഫ്ലോറിൽ ഒരു എൽ ടൈപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ആ സൈഡിൽ നല്ലൊരു വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് TV വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാൻ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു പ്ലഗ് പോയിന്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വാഷ് ബേസും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള നല്ല സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിനെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണുള്ളത്. ഇവിടെ കബോർഡ്സുകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബെഡ്റൂമിൽ നമുക്ക് ഇനി അനാവശ്യമായി ചെലവുകളൊന്നുമില്ല. പിന്നെ ഇതിന്റെയൊക്കെ ഡോറോ ഇഞ്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ
കാർപ്പൻ്ററുടെ ഒരു ദിവസം വർക്ക് ചെയ്ത് തീരാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉദിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ഡിസൈൻ എല്ലാം വളരെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫാനും ലൈറ്റും എല്ലാം നല്ല ഫൺ പോയിന്റുകൾ, AC പോയിന്റുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണെന്ന് പറഞ്ഞു. ബാത്റൂമിന്റെ സൈസിലൊന്നും യാതൊരു കോംപ്രമൈസും, അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ കളറങ്ങാനും മാറ്റുന്നെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അല്ലാതെ ഇതിനകത്ത് മെയിൻ്റെനൻസ് ആയിട്ട് യാതൊരുവിധ മെയിൻ്റെനൻസും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്. ഈ രീതിയിലൊന്നും അധികം ചെയ്തിട്ടില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്നത്തെ മോഡേൺ രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലായാലും വളരെ കംഫർട്ടബിൾ ആയ രീതിയിൽ തന്നെയാണ് അതിന്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂംസിലായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഹീറ്റർ പോയിന്റുകൾ, അതുപോലെ തന്നെ എല്ലാ രീതിയിലേക്കുള്ള ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നല്ല സൂപ്പർ ആയിട്ടൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഇച്ചിരി നല്ല ഉയർന്ന സ്ഥലത്തോട്ട് ഇരിക്കുന്നത് കൊണ്ട് നല്ലൊരു ലൊക്കേഷനായി നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ചെടിയൊക്കെ നടാനായിട്ടുള്ള ഒരു പോർഷനൊക്കെ ആ ഒരു രീതിയിലുള്ള ഡിസൈൻ പാറ്റേണായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ടൈലായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കോഫിയെ കുടിച്ചിരിക്കാനോ ഒക്കെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഇവിടെയും ചെറിയ രീതിയിൽ ഒരു ഇരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞൊരു ബെഞ്ച് പോലെയൊക്കെ ഒരു മോഡേൺ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഡോറും ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ളത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ, വൈലിക്കട ജംഗ്ഷനിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി നല്ല 2 വണ്ടി പോകുന്ന നല്ല വീതിയുള്ള റോഡ് കൂടിയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള 4,950 സെന്റിലായിട്ട് ഏകദേശം 3 ബെഡ്റൂമുണ്ട്. 2,750 സ്ക്വയർ ഫീറ്റുള്ള പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു. വില ഞാൻ ആദ്യമേ പറഞ്ഞു 66 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുക. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ എന്തെങ്കിലും ആണോ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള ശരിക്കും അതിന് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ആ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വരും ദിവസം വ്യത്യസ്തമായ വീഡിയോകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തീർച്ചയായും കമന്റ് ബോക്സിൽ പോയി കമന്റ് രേഖപ്പെടുത്തേണ്ടതാണ്.